ചരിത്രത്തിന്റെ സ്വർണ്ണ താളുകൾ മറിച്ചു നോക്കുമ്പോൾ ചില പേരുകൾ വായിക്കുമ്പോൾ തന്നെ ഹൃദയം ആദരവിൽ നമിക്കുന്നു. ചില വ്യക്തിത്വങ്ങളെ ഓർക്കുമ്പോൾ ആത്മാവിന് ഒരു അനിർവചനീയമായ ശാന്തി ലഭിക്കുന്നു. അത്തരത്തിൽ വിശുദ്ധിയുടെ സുഗന്ധം പരത്തുന്ന ഒരു നാമമാണ് ഫാത്തിമ ബിൻത് മുഹമ്മദ് റളിയല്ലാഹു അൻഹ. അവളൊരു മകളായിരുന്നു, പക്ഷെ ലോകത്തിലെ ഏറ്റവും മഹാനായ പിതാവിന്റെ മകൾ. അവളൊരു ഭാര്യയായിരുന്നു, എന്നാൽ ഈമാനിൽ സമ്പന്നമായ വീടിന്റെ പ്രകാശം. അവളൊരു മാതാവായിരുന്നു, എന്നാൽ ഉമ്മത്തിന്റെ ചരിത്രത്തെ പ്രകാശിപ്പിച്ച സന്തതികളുടെ ജനനി. അവളൊരു സ്ത്രീയായിരുന്നു, എന്നാൽ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ്. കരുണയുടെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന്റെ കഷണം, ഖദീജ റളിയല്ലാഹു അൻഹായുടെ സ്നേഹപുഷ്പം, പവിത്രതയുടെ പ്രതീകം, അതായിരുന്നു ഫാത്തിമത്ത് അസ്സഹ്റ റളിയല്ലാഹു അൻഹ. അവളുടെ ജീവിതം വെറും ചരിത്രമല്ല, സ്നേഹത്തിന്റെ ഒരു കവിതയാണ്. സഹനത്തിന്റെ ഒരു മഹാകാവ്യമാണ്. വിനയത്തിന്റെ ഒരു പാഠപുസ്തകമാണ്. അള്ളാഹുവിലേക്കുള്ള സമർപ്പണത്തിന്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ്. ഇന്ന് നമുക്ക് ആ വിശുദ്ധ ജീവിതത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാം. കണ്ണുകളെ നനയിക്കുകയും ഹൃദയത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ അതുല്യമായ ചരിത്രത്തിലേക്ക്. മക്കയുടെ ആകാശത്ത് കരുണയുടെ മേഘങ്ങൾ പെയ്തിറങ്ങിയിരുന്ന ഒരു കാലം. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള വഴികൾ തുറക്കപ്പെടുന്ന ഒരു നിമിഷം. അങ്ങനെയുള്ള വിശുദ്ധ കാലഘട്ടത്തിലാണ് ഫാത്തിമത്ത് അസ്സഹ്റ റളിയല്ലാഹു അൻഹ ഈ ലോകത്തേക്ക് വരുന്നത്. അവളൊരു സാധാരണ കുഞ്ഞല്ലായിരുന്നു, കാരണം അവൾ ഒരു സാധാരണ വീട്ടിലേക്കല്ല ജനിച്ചത്. മനുഷ്യരാശിയുടെ മാർഗദർശകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമായ ഖദീജ റളിയല്ലാഹു അൻഹായുടെയും വീട്ടിലേക്കാണ് അവൾ എത്തിയത്. അവളുടെ വരവോടെ ആ വീട്ടിൽ ഒരു പുതിയ പ്രകാശം തെളിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് പുഞ്ചിരി കൂടുതൽ തെളിഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹായുടെ ഹൃദയം കൂടുതൽ ശാന്തമായി. മക്കയുടെ ചൂടിലും ആ കുഞ്ഞിന്റെ സാന്നിധ്യം ഒരു തണലായി മാറി. ബാല്യത്തിന്റെ നിഷ്കളങ്ക ലോകം ഫാത്തിമ റളിയല്ലാഹു അൻഹ വളർന്നത് ആഡംബരങ്ങൾക്കിടയിലല്ല, സ്നേഹത്തിന്റെ നിഴലിലും സത്യത്തിന്റെ പ്രകാശത്തിലുമായിരുന്നു. അവളുടെ ബാല്യം കളിചിരികളിൽ മാത്രം ഒതുങ്ങിയതായിരുന്നില്ല. പിതാവിന്റെ നിശബ്ദ പ്രാർത്ഥനകളും ദുഃഖഭാരമുള്ള രാത്രികളും അവൾ കണ്ടു വളർന്നു. ചിലപ്പോൾ അവൾ ചെറുതായ കൈകളാൽ പിതാവിന്റെ മുഖത്ത് കണ്ണുനീർ തുടച്ചു. ചിലപ്പോൾ അവൾ പിതാവിന്റെ ദുഃഖം മനസ്സിലാക്കി നിശബ്ദമായിരുന്നു. ചിലപ്പോൾ അവൾ കുട്ടിയായിട്ടും വലിയ ഒരു ആത്മാവിന്റെ ധൈര്യം കാണിച്ചു. അവൾക്ക് കളിപ്പാട്ടങ്ങൾക്കപ്പുറം ലഭിച്ചത് ഒരു വലിയ പാഠശാലയാണ്. സഹനത്തിന്റെ പാഠശാല, വിശ്വാസത്തിന്റെ പാഠശാല, കരുണയുടെ പാഠശാല. പിതാവിന്റെ ലോകത്ത് ഒരു പ്രകാശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസങ്ങളിലായിരുന്നപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആശ്വാസം. അവൾ എത്തുമ്പോൾ ദുഃഖങ്ങൾ അലിഞ്ഞു പോകും. അവളുടെ ചെറുപുഞ്ചിരിയിൽ പോലും ഒരു വലിയ സമാധാനമുണ്ടാകും. ഫാത്തിമത്ത് അസ്സഹ്റ റളിയല്ലാഹു അൻഹായുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ പുഷ്പമൊന്നുണ്ടെങ്കിൽ അത് തന്റെ പിതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ്. അത് സാധാരണ മകളുടെ സ്നേഹമല്ലായിരുന്നു, അത് ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് ഒഴുകിയ ഒരു ദൈവിക ബന്ധമായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ അവൾ കണ്ടത് മഹാനായ ഒരു പിതാവിനെയാണ്. രാത്രികൾ മുഴുവൻ പ്രാർത്ഥനയിൽ നിൽക്കുന്ന പിതാവിനെ, ജനങ്ങളെ സത്യത്തിലേക്ക് വിളിച്ച് വേദന സഹിക്കുന്ന പിതാവിനെ, തന്റെ ഹൃദയം മുഴുവൻ ഉമ്മത്തിനായി ചെലവഴിക്കുന്ന പിതാവിനെ. അവൾ ആ പിതാവിനെ സ്നേഹിച്ചത് കണ്ണുകൾ കൊണ്ടല്ല, ഹൃദയത്തോടെയായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് തിരികെ വന്നാൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉടൻ ഓടിയെത്തും. ചെറു കൈകൾ കൊണ്ട് അവൾ പിതാവിന്റെ ക്ഷീണം തുടച്ചു മാറ്റും. മുഖത്ത് പുഞ്ചിരി വരുത്താൻ ശ്രമിക്കും. പിതാവിന്റെ ദുഃഖം തനിക്കുള്ളതുപോലെ ഏറ്റെടുക്കും. അവൾ സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് പ്രകാശം തെളിയും. അവൾ അടുത്തിരിക്കുമ്പോൾ ലോകത്തിന്റെ ഭാരങ്ങൾ പോലും കുറയുന്നത് പോലെ തോന്നും. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ നോക്കി പറഞ്ഞു, ഫാത്തിമ എന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ്. ഈ വാക്കുകൾ ഒരു സാധാരണ വാക്കല്ല, അത് സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപം തന്നെയാണ്. അവൾക്കും പിതാവിനോടുള്ള സ്നേഹം അതേ ആഴത്തിലായിരുന്നു. പിതാവിന്റെ വേദന അവളുടെ കണ്ണുനീരായി മാറും. പിതാവിന്റെ സന്തോഷം അവളുടെ ജീവശ്വാസമായി മാറും. ഫാത്തിമത്ത് അസ്സഹ്റ റളിയല്ലാഹു അൻഹയുടെ ബാല്യം
കളിച്ചിരികളാൽ മാത്രം നിറഞ്ഞതായിരുന്നില്ല. അത് കണ്ണുനീരാൽ നനഞ്ഞതും പരീക്ഷണങ്ങളാൽ തീർത്തതുമായ ഒരു ബാല്യമായിരുന്നു. മക്കയുടെ ചൂടേറിയ മണലിൽ ഇസ്ലാമിന്റെ ആദ്യ പ്രഭ തെളിഞ്ഞപ്പോൾ അതിനെ അണയ്ക്കാൻ ഖുറൈശികൾ അവരുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത് അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. ചെറിയ പ്രായത്തിലുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹ പലപ്പോഴും തന്റെ പിതാവിനെ അപമാനിക്കപ്പെടുന്നതും കല്ലെറിയപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും കണ്ടു. ഒരു കുഞ്ഞിന്റെ ഹൃദയത്തിന് സഹിക്കാനാവാത്ത കാഴ്ചകളായിരുന്നു അവ. ഒരു ദിവസം കഅബയുടെ സമീപത്ത് സുജൂദിലായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ശത്രുക്കൾ ഒട്ടകത്തിന്റെ അഴുക്കെറിഞ്ഞു. ചുറ്റുമുണ്ടായിരുന്നവർ പരിഹസിച്ചു ചിരിച്ചു. ആ വാർത്ത കേട്ട ഉടൻ ഫാത്തിമ ഓടിയെത്തി. ചെറുകൈകൾ കൊണ്ട് അവൾ പിതാവിന്റെ മേലുണ്ടായിരുന്ന അഴുക്ക് നീക്കി. കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ഹൃദയം വേദനയിൽ വിറച്ചു. പക്ഷേ അവൾ തകർന്നില്ല. പിതാവിനെ നോക്കി കരഞ്ഞുകൊണ്ടിരുന്ന ആ കുഞ്ഞിനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടെ ആശ്വസിപ്പിച്ചു. മകളെ, കരയേണ്ട, അള്ളാഹു നിന്റെ പിതാവിനെ സംരക്ഷിക്കും. ആ വാക്കുകൾ ഫാത്തിമയുടെ ഹൃദയത്തിൽ അചഞ്ചല വിശ്വാസമായി പതിഞ്ഞു. അല്പകാലത്തിനകം അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒന്ന് സംഭവിച്ചു. പ്രിയ മാതാവായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്. മാതാവിന്റെ സ്നേഹനിഴൽ നഷ്ടപ്പെട്ട ഫാത്തിമ സ്വന്തം കണ്ണുനീർ മറച്ചുവെച്ച് പിതാവിന് ആശ്വാസമായി നിന്നു. അന്ന് മുതൽ അവൾ ഒരു മകൾ എന്നതിലുപരി പിതാവിന്റെ ഹൃദയത്തിന് ആശ്വാസമായൊരു സാന്നിധ്യമായി. അതുകൊണ്ടാണ് അവൾ ഉമ്മു അബീഹ, തന്റെ പിതാവിന്റെ മാതാവിനെ പോലെ കരുതിയവൾ എന്ന മനോഹരമായ വിളിപ്പേര് നേടിയത്. ഇത്ര ചെറുപ്പത്തിൽ തന്നെ കണ്ണുനീരും സഹനവും തവക്കുലും പഠിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രയാസങ്ങൾ മനുഷ്യനെ തകർക്കാനല്ല, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാനാണെന്ന് തന്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ചു. ഫാത്തിമത്ത് അസ്സഹറ റളിയല്ലാഹു അൻഹയുടെ വിവാഹ ജീവിതം സമ്പത്തിന്റെ തിളക്കമില്ലാത്തതായിരുന്നു. പക്ഷേ സ്നേഹത്തിന്റെ പ്രകാശം നിറഞ്ഞതായിരുന്നു. അവൾ വിവാഹിതയായത് ധീരതയുടെ പ്രതീകവും ഈമാനിന്റെ മഹാവൃക്ഷവുമായ അലി റളിയല്ലാഹു അൻഹുയോടായിരുന്നു. വിവാഹ സമ്മാനമായി നൽകാൻ അധികമൊന്നുമില്ലായിരുന്നു. രാജകീയ അലങ്കാരങ്ങളോ സ്വർണ്ണാഭരണങ്ങളോ ആ വീട്ടിലുണ്ടായിരുന്നില്ല. മണ്ണുകൊണ്ടുള്ള പാത്രങ്ങൾ, വെള്ളം നിറച്ച ഒരു കുടം, ലളിതമായ ഒരു കിടക്ക, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ചെറിയ വീട്ടിലുണ്ടായിരുന്നത് ലോകത്തിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത സമ്പത്തായിരുന്നു. രാത്രികളിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ ക്ഷീണിച്ച കൈകളോടെ വീട്ടുപണികൾ ചെയ്തു. ചക്കിയിൽ ധാന്യം അരച്ചപ്പോൾ കൈകളിൽ മുറിവുകൾ ഉണ്ടായി. വെള്ളം ചുമന്നപ്പോൾ തോളുകൾ വേദനിച്ചു. എന്നിരുന്നാലും അവളുടെ അധരങ്ങളിൽ പരാതി ഉണ്ടായിരുന്നില്ല. ദിക്റിന്റെ മധുരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അലി റളിയല്ലാഹു അൻഹു ഭാര്യയുടെ കഷ്ടപ്പാടുകൾ കാണുമ്പോൾ ഹൃദയം വേദനിച്ചു. പക്ഷേ അവരുടെ വീട് പരാതിയുടെ വീടായിരുന്നില്ല. പരസ്പരം ആശ്വസിപ്പിക്കുന്ന രണ്ട് വിശുദ്ധ ഹൃദയങ്ങളുടെ അഭയകേന്ദ്രമായിരുന്നു. ചില രാത്രികളിൽ ഭക്ഷണം കുറവായിരുന്നു, പക്ഷേ സ്നേഹം കുറവായിരുന്നില്ല. ചില ദിവസങ്ങളിൽ സൗകര്യങ്ങളില്ലായിരുന്നു, പക്ഷേ സമാധാനം നിറഞ്ഞിരുന്നു. ആ വീട്ടിൽ പിന്നീട് ലോക ചരിത്രത്തെ പ്രകാശിപ്പിച്ച രണ്ട് നക്ഷത്രങ്ങൾ ജനിച്ചു. ഹസൻ ഇബ്ൻ അലി റളിയല്ലാഹു അൻഹു, ഹുസൈൻ ഇബ്ൻ അലി റളിയല്ലാഹു അൻഹു. ഫാത്തിമയും അലിയും നമ്മെ പഠിപ്പിക്കുന്നത് സന്തോഷമുള്ള കുടുംബജീവിതത്തിന് വലിയ വീട് വേണ്ട, വലിയ ഹൃദയമാണ് വേണ്ടത്. സമ്പത്തിന്റെ ആഡംബരം വേണ്ട, ഈമാനിന്റെ സമ്പന്നത മതി. പരസ്പരം അള്ളാഹുവിലേക്ക് കൈപിടിച്ചു നടത്താനുള്ള മനസ്സ് മതി. അതുകൊണ്ടാണ് അവരുടെ ചെറിയ വീട് ചരിത്രത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ വീടുകളിൽ ഒന്നായി മാറിയത്. കാലം കടന്നുപോയി. ഒരിക്കൽ മദീനയുടെ വഴികളിൽ കരുണയുടെ പ്രകാശമായി നടന്ന് സഞ്ചരിച്ചിരുന്ന അള്ളാഹുവിന്റെ ദൂതൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരോഗ്യനില ക്ഷയിക്കാൻ തുടങ്ങി. ആ വാർത്ത ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഹൃദയത്തെ ആഴത്തിൽ വിറപ്പിച്ചു. ബാല്യത്തിൽ തന്റെ കണ്ണുനീർ തുടച്ച പിതാവ്, പ്രയാസങ്ങളിൽ ആശ്വാസമായിരുന്ന ആ കരുണാനിധി, ജീവിതത്തിന്റെ വെളിച്ചമായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഈ ലോകത്തോട് വിട പറയാനിരിക്കുകയാണെന്ന ചിന്ത തന്നെ അവൾക്കു സഹിക്കാനായില്ല. അവസാന നിമിഷങ്ങളിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ പിതാവിന്റെ സമീപത്തേക്കെത്തി. അവളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടെ അടുത്തേക്ക് വിളിച്ചു. അവളുടെ ചെവിയിൽ എന്തോ രഹസ്യമായി പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹൃദയം തകർന്നു. കണ്ണുനീർ കവിളുകളിലൂടെ ഒഴുകി. അല്പസമയത്തിന് ശേഷം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അവളുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. ഇത്തവണ കണ്ണുനീരിനിടയിൽ ഒരു മൃദുസ്മിതം അവളുടെ മുഖത്ത് വിരിഞ്ഞു. പിന്നീട് അവൾ പറഞ്ഞു, ആദ്യം പിതാവ് തന്റെ വിടവാങ്ങൽ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. പിന്നീട് തന്റെ കുടുംബത്തിൽ ആദ്യം തന്നെ എന്നെ തനിക്കൊപ്പം ചേർക്കുമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ ഹൃദയത്തിൽ ഒരിക്കലും നിറയാത്ത ഒരു ശൂന്യത ഉണ്ടായി. അവൾ പലപ്പോഴും കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു, എന്റെ പിതാവിന്റെ വേർപാടിന് ശേഷം ഈ ലോകത്തിന് പഴയ നിറമില്ല. മദീനയുടെ ഓരോ വഴിയും അവൾക്ക് പിതാവിന്റെ ഓർമ്മകൾ ചൊല്ലി. ഓരോ നമസ്കാരവും, ഓരോ ദുആയും, ഓരോ രാത്രിയും എല്ലാം പിതാവിന്റെ സ്നേഹസ്പർശം ഓർമ്മിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത ലോകത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ അധികകാലം തുടരാനായില്ല. വെറും 6 മാസങ്ങൾക്കു ശേഷം ആ ദുഃഖഭാരമുള്ള ഹൃദയം പിതാവിനെ വീണ്ടും കാണാനുള്ള ആഗ്രഹത്തോടെ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇങ്ങനെ പിതാവിനോടുള്ള അനന്തമായ സ്നേഹത്തിന്റെ കഥ ഭൂമിയിൽ കണ്ണീരായി ആരംഭിച്ച് സ്വർഗത്തിൽ സംഗമമായി പൂർത്തിയായി. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു സാധാരണ സ്ത്രീയല്ല. അവൾ പവിത്രതയുടെ പൂവായിരുന്നു. പിതാവിന്റെ ഹൃദയത്തിലെ വെളിച്ചം, ഉമ്മത്തിന്റെ മാതൃക, ജന്നത്തിലെ മഹതിയായ വനിത. അവളുടെ ജീവിതം വായിക്കുമ്പോൾ ഹൃദയം ശാന്തമാകുന്നു. അവളെ ഓർക്കുമ്പോൾ കണ്ണുകൾ നനയുന്നു. അവളുടെ പാത പിന്തുടരുമ്പോൾ ജീവിതം പ്രകാശിക്കുന്നു. അല്ലാഹു തആല ഫാത്തിമത്ത് അസ്സഹ്റ റളിയല്ലാഹു അൻഹായുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.